ഈ അടുത്തിടെ വീടിനടുത്തുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഒരു സാറിനെ വിളിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അറിയേണ്ടിയിരുന്നത് അദ്ദേഹത്തിന്റെ ഹോസ്റ്റലിൽ ഒരു കുട്ടിക്ക് പുഴുക്കടി ഉണ്ട്, റിംഗ്വർം ഇൻഫെക്ഷൻ ഉണ്ട്. അപ്പോൾ അവനെ ഐസൊലേറ്റ് ചെയ്യണോ, വീട്ടിൽ പറഞ്ഞു വിടണോ, മറ്റുള്ള കുട്ടികൾക്ക് ഈ ഒരു രോഗം പകരുമോ എന്നൊക്കെയുള്ളതായിരുന്നു. ശരിക്കും റിംഗ്വർം ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ അത് വൈറൽ ഫീവർ പോലെ അല്ലെന്നുണ്ടെങ്കിൽ ചെങ്കണ്ണ് പോലെയൊന്നും പെട്ടെന്ന് സ്പ്രെഡ് ആവില്ല. പക്ഷെ ഇതൊരു സാംക്രമിക രോഗം തന്നെയാണ്. ഇത് സ്പ്രെഡ് ആവണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ബോഡി ടു ബോഡി കോണ്ടാക്ട് അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു രോഗം മൂലം അല്ലെങ്കിൽ ഈ ഒരു ലീഷനിൽ നിന്നുണ്ടാവുന്ന സ്രവങ്ങൾ നേരിട്ട് മറ്റുള്ളവരുടെ ശരീരത്തിലേക്ക് മുട്ടുകയോ ഒക്കെ ചെയ്യണം. എങ്കിൽ മാത്രമേ ഈ ഒരു രോഗം പകരുകയുള്ളൂ. അപ്പോ ഈ ഒരു വ്യക്തിയായിട്ട് അടുത്ത് ഇടപഴകാതിരിക്കുക, ബോഡി കോണ്ടാക്ട് വരാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. അതിന് വേണ്ടിയിട്ട് അവരുടെ അടുത്ത് ചേർന്നിരിക്കാതിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ അവരുപയോഗിക്കുന്ന സാധനങ്ങൾ, സോപ്പ്, അവരുടെ വസ്ത്രം, അവരുടെ കിടക്ക വിരി അല്ലെങ്കിൽ തലവണ കവർ, തലവണ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും മാക്സിമം ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പറയാം. അതുപോലെ തന്നെ ഈ ഒരു അസുഖമുള്ള വ്യക്തി ഡെയിലി ഒരു 2 നേരം കുളിക്കുക, അവരുടെ വ്യക്തി ശുചിത്വം പാലിക്കുക. അതുപോലെ തന്നെ ഇവർ ഉപയോഗിക്കുന്ന വസ്ത്രം, ബെഡിന്റെ കവർ, ബെഡ്ഷീറ്റ് പോലെയുള്ള സാധനങ്ങൾ വൃത്തിയായിട്ട് കഴുകി ഉണക്കിയെടുക്കുക. സൂര്യപ്രകാശത്തിലിട്ട് തന്നെ കഴുകി ഉണക്കുക. പിന്നെ ഈ ഒരു രോഗത്തിന്റെ മെയിൻ ലക്ഷണം ചൊറിച്ചിലാണ്. അപ്പൊ മാക്സിമം ആ ഒരു പാർട്ട് ചൊറിയാതിരിക്കുക. ചൊറിയുന്നത് വഴി രോഗം ഇത് മുറിയാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇൻഫെക്ഷൻസ് കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അത് ചൊറിയാതിരിക്കുക. അതുപോലെ തന്നെ ഒരു നല്ല ഹോമിയോപ്പതിക് ഫിസിഷ്യനെ കണ്ടിട്ട് ഉള്ളിലേക്ക് തന്നെ മരുന്ന് കഴിച്ച് ഈ ഒരു രോഗം മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ യാതൊരുവിധ തകരാറുകളും ഇല്ലാതെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു രോഗം തന്നെയാണ് പുഴുക്ക്.